Dear students, next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം ഇൻറ്റൻസിറ്റി ലൈനാണ്. റൊട്ടേഷൻ വൈബ്രേഷൻ സ്പെക്ട്രത്തിലെ മാക്സിമം ഇൻറ്റൻസിറ്റി ലൈന് നമ്മൾ യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യുക ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരു ലൈനായിരിക്കും മാക്സിമം ഇൻറ്റൻസിറ്റി ലൈനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുക. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. അപ്പോൾ ഇതേ ഒരു കേസ് നമ്മൾ റൊട്ടേഷൻ സ്പെക്ട്രത്തിൽ കണ്ടതാണ്. റൊട്ടേഷൻ സ്പെക്ട്രത്തിൽ അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി ലൈൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ടി ഡിവൈഡഡ് ബൈ 2HCB മൈനസ് ഹാഫ് എന്ന് പറയുന്ന ലൈനിലാണ് മാക്സിമം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം J+1 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് കെ ടി ഡിവൈഡഡ് ബൈ 2HCB മൈനസ് ഹാഫ് ദെൻ +1, സോ ഇറ്റ് വിൽ ബി +12 ആയിരിക്കും. So delta E J nu maximum means it will be nu bar plus 2BM ne we can substitute the value root of KT divided by 2HCB plus half. So positive line idil plus corresponds to positive branch, that is R branch, and minus for P branch ആയിരിക്കും. So one line in the P branch will be more intense and one line in the R branch also will be having maximum intensity. Now next we can see the separation between the maximum intensity P line and maximum intensity R line. So delta E J nu max R minus delta E J B max P. So it will be equal to nu bar cancel ചെയ്യും. So the next one 2B minus of again nu bar സപ്പോസ് നമ്മൾ പ്ലസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് 2B ഇൻറ്റു റൂട്ട് ഓഫ് കെ ടി ഡിവൈഡഡ് ബൈ HCB പ്ലസ് ഹാഫ് വരും. സോ ന്യൂ ബാർ ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്നത് 4B ഇൻറ്റു റൂട്ട് ഓഫ് കെ ടി ഡിവൈഡഡ് ബൈ 2HCB. 2B മൈനസ് ഓഫ് മൈനസ് വരും. സോ ഇറ്റ് വിൽ ബി 4B റൂട്ട് ഓഫ് കെ ടി ബൈ 2HCB പ്ലസ് 1 വരുന്നത്. അത് നമ്മൾ 2B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2B എന്നുള്ള ലൈൻ വരും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 4B യു ക്യാൻ ടേക്ക് ഇൻസൈഡ്. 4B ഇൻസൈഡ് ബ്രാക്കറ്റ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ബിക്കം 16B² ആയിട്ട് മാറും. 16B² ഡിവൈഡഡ് ബൈ 2HCB വരുമ്പോൾ ഇറ്റ് വിൽ ബി 8B എന്ന് വരും. സോ ടോട്ടൽ എക്സ്പ്രഷൻ ഫോർ മാക്സിമം വാല്യൂ ഓഫ് ലൈൻ സെപ്പറേഷൻ ബിറ്റ്വീൻ മാക്സിമം ഇൻറ്റൻസിറ്റി ലൈൻ വിൽ ബി റൂട്ട് ഓഫ് 8KT B divided by HC plus 2B ആയിരിക്കും. സോ ഫ്രം ദീസ് ഈ മാക്സിമം ഇൻറ്റൻസിറ്റി ലൈൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് റൊട്ടേഷണൽ കോൺസ്റ്റൻസ് വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇതിൽ നമുക്ക് 1-2 പ്രോബ്ലംസ് നോക്കാം. ഫണ്ടമെൻ്റൽ ബാൻഡ് ഫോർ HCl ഈസ് സെൻറ്റേർഡ് അറ്റ് 2886 centimeter inverse. Assuming that the internuclear distance is 1.276 angstrom, calculate the wave number of the first 2 lines of each R branch and P branch of HCl. അപ്പം ഫണ്ടമെൻ്റൽ ബാൻഡ് ഈസ് സെൻറ്റേർഡ് അറ്റ് 2886 എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂ ബാർ ഈസ് ഗിവൺ 2886 centimeter inverse. Then the internuclear distance is also given, that is R is given 1.276 angstrom, so it is 10⁻⁻10 meter. Then since the molecule is HCl, we can calculate the moment of this reduced mass, that is MHMC divided by MH plus MC. So that will be equal to 1. Mass of hydrogen is 1.008. For chlorine it is 35.45 divided by 1.008 plus 35.45 into you can multiply it with the Avogadro number. So 6.023 into 10⁻26 in grams നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 10⁻26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 1.6275 into 10⁻27 കിലോഗ്രാം ഒബ്റ്റെയിൻ ചെയ്യും. Now the rotational constant is given by h divided by 8π² IC. H divided by 8π² IC. It is the expression for B rotational constant. So we can substitute the values. H is 6.626 into 10⁻34. H into π² into mu is already we have calculated. Then R² is also given. Then C should be expressed in centimeter per second. 3 into 10⁻10. So the value of B is obtained at 10.6129 centimeter inverse. Then we have the question is to calculate the first 2 lines in P branch and R branch. We have the expression for rotational spectral lines. Delta E JB is equal to nu bar plus 2BM. So 2BM for P branch lines it will be first one nu bar minus 2B. Then
nu bar minus 2b means 2886 minus 2 into 10.6126. So it is obtained at 2864. Then for P2, second line in the P branch, it will be nu bar minus 2 into 2bm. 2bm il m il 2 substitute ചെയ്യുക. So it will become 4b എന്ന് മാറും. 4b substitute ചെയ്ത് കഴിഞ്ഞാൽ the value is obtained to be 2843. Then for R branch line, it will be nu bar plus 2bm il for first line m equal to 1. So it will be nu bar plus 2b. The line is obtained here. And for the second one, it is a nu bar plus 4b. So the second line is also obtained at 2928.45 centimeter inverse. Now second question, calculate the energy in centimeter inverse of the absorbed line when HCl molecule goes from the state V equal to 0, J double prime equal to 1 to V equal to 1, J prime equal to 0, and V equal to 0 to J double prime equal to 1 to V equal to 1, J prime equal to 2. Given nu e bar is given, Xc is given, then this HCl moment of inertia, that is R of HCl is given, then mu of HCl is also given. So first of all we have to find out which line it corresponds to. V equal to 0 to V equal to 1. So and J double prime equal to 1, J prime equal to 1. So the lower level is 1 and upper level is 0. So it corresponds to a transition that is delta J equal to minus 1. So it is the line corresponds to the first line in the P branch. So for the first line in the P branch, the expression is nu bar minus 2b ആണ്. But nu bar is equal to nu e bar into 1 minus 2xc ആണ്. So we can substitute that. So nu e bar into 1 minus 2xc minus 2b. All the values are given. So b is we can calculate h divided by 8 pi square ic. I is nothing but mu r square. I is equal to mu r square. So substituting this value, h is given 6.626 into 10 raised to minus 34. Then 8 pi square into mu is 1.6275 into 10 raised to minus 27 into r square is that is 0.1274 into 10 raised to minus 9 the whole square. R is already given here. R is given here as in nanometer, 0.1274 nanometer. So nanometer is 10 raised to minus 9 meter. Then express this velocity of light in this centimeter inverse. So B is obtained to be 10.589. So the first branch P branch line, it is nu bar minus 2b. So the value is 2864.77. Now the second case is the transition from V equal to 0 to V equal to 1. Then J double prime equal to 1 to J prime equal to 2. So it is a transition from 1 to 2. So that corresponds to delta J plus 1. So it is the line corresponds to, so J prime is equal to 2 ആണ്. So here we have different J values here. So here it is from J prime double prime equal to 1 to J prime equal to 2 ആണ്. അപ്പോൾ ഇന്ന് second line എന്നാണ് ഇങ്ങോട്ട് വരുന്നത്. So it corresponds to the second line in the R branch. So for second line in the R branch, expression is nu bar plus 4b. 2bm il m il 2 substitute ചെയ്യുക. So substitute ചെയ്ത് കഴിഞ്ഞാൽ it will be obtained to be 2928 centimeter inverse.